മന്ത്രി കെ.ബി. ഗണേഷ് കുമാറിനെതിരെ ഗുരുതര ആരോപണങ്ങൾ ഉന്നയിച്ച് കെ.എസ്.യു. സംസ്ഥാന വൈസ് പ്രസിഡന്റ് എം.ജെ. യദുകൃഷ്ണന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. ഗണേഷ് കുമാറിന്റെ കുടുംബ വീട്ടിൽ വെച്ച് ഗണേഷിന്റെ ഡ്രൈവർ ഭാര്യയെ മർദ്ദിച്ചുവെന്നുൾപ്പെടെയുള്ള വിവരങ്ങളാണ് ഫേസ്ബുക്ക് പോസ്റ്റിൽ ആരോപണങ്ങളായി ഉയർത്തിയിട്ടുള്ളത്. മന്ത്രിയുടെ ഭാര്യയ്ക്ക് പരിക്കേൽക്കുകയും 112ലേക്ക് വിളിച്ച് പോലീസ് എത്തുകയും ചെയ്തിട്ടും നടപടിയെടുക്കാൻ തയ്യാറായില്ലെന്നും പോസ്റ്റിൽ പറയുന്നു. പരാതിയുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്തായെന്ന് അറിയില്ലെന്നും മന്ത്രിയുടെ വീട്ടിലെത്തിയ പോലീസിന് ഗണേഷ് കുമാറിനെതിരെ വീഡിയോ തെളിവുകൾ കൈമാറിയിട്ടും നടപടിയെടുക്കാത്തതെന്താണെന്നും ഫേസ്ബുക്ക് പോസ്റ്റിൽ യദുകൃഷ്ണൻ ചോദിക്കുന്നു. ഈ ആരോപണങ്ങൾ തെറ്റാണെങ്കിൽ മന്ത്രി തനിക്കെതിരെ പോലീസിൽ പരാതി നൽകണമെന്ന വെല്ലുവിളിയും യദുകൃഷ്ണൻ ഉയർത്തുന്നുണ്ട്. പത്തനാപുരം NSS താലൂക്ക് യൂണിയൻ തലപ്പത്ത് മന്ത്രി ഗണേഷ് കുമാർ തുടരുന്നതിൽ ഒരു വിഭാഗത്തിന് അതൃപ്തി. അംഗങ്ങൾ സുകുമാരൻ നായരെ സമീപിച്ചതായി വിവരം. പത്തനാപുരം NSS താലൂക്ക് യൂണിയൻ പ്രസിഡന്റായി മന്ത്രി കെ.ബി. ഗണേഷ് കുമാർ തുടരുന്നതിനെതിരെ യൂണിയനിലെ ഒരു വിഭാഗം അംഗങ്ങൾ രംഗത്തെന്ന ആരോപണം. പത്മ കഫേ നിർമ്മാണത്തിലെ അഴിമതിയടക്കം ചൂണ്ടിക്കാണിച്ച് ഗണേഷ് കുമാറിനെ പ്രസിഡന്റ് സ്ഥാനത്തു നിന്നും നീക്കണമെന്ന ആവശ്യം NSS ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായരെ അംഗങ്ങൾ അറിയിച്ചെന്നാണ് വിവരം. അതേസമയം നായന്മാർക്കിടയിൽ അംഗഛിദ്രമുണ്ടാക്കാനുള്ള കോൺഗ്രസ് ശ്രമമാണ് ആരോപണങ്ങൾക്ക് പിന്നിലെന്ന് കെ.ബി. ഗണേഷ് കുമാർ പ്രതികരിച്ചു. യൂണിയനിലെ പ്രവർത്തനങ്ങളിൽ ഗണേഷ് കുമാറിന്റെ ഏകാധിപത്യപരമായ നടപടികളാണ് ഉണ്ടാകുന്നതെന്ന് വിമർശനമുണ്ട്. കൂടാതെ പത്മ കഫേ നിർമ്മാണത്തിൽ അഴിമതി നടന്നുവെന്ന ആരോപണവും അദ്ദേഹം ഉന്നയിച്ചു. ഈ കാരണങ്ങൾ ചൂണ്ടിക്കാണിച്ചാണ് ഗണേഷ് കുമാറിനെ പത്തനാപുരം NSS യൂണിയനിൽ നിന്ന് മാറ്റണം എന്ന ആവശ്യം അംഗങ്ങൾ NSS ജനറൽ സെക്രട്ടറിയെ അറിയിച്ചതെന്നാണ് പുറത്തുവരുന്ന വിവരം. എന്നാൽ ആരോപണങ്ങൾ പൂർണ്ണമായും തള്ളുകയാണ് കെ.ബി. ഗണേഷ് കുമാർ. തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ കോൺഗ്രസിന്റെ വക്രബുദ്ധിയാണ് ആരോപണങ്ങൾക്ക് പിന്നിലെന്നും പത്തനാപുരത്ത് താൻ വലിയ ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്നും ഗണേഷ് കുമാർ പറഞ്ഞു. സംഭവത്തിൽ NSS നേതൃത്വം ഇതുവരെ പ്രതികരിച്ചിട്ടില്ല.